ഫ്രണ്ട്സ് സമ്മതിക്കാത്ത നമ്മളാരെങ്കിലും ഇംഗ്ലീഷ് കടയിൽ പോകണമെന്ന് പറയും ആരെങ്കിലും. പക്ഷെ അമ്മേനൊക്കെ ഇഷ്ടമാണ് ചേച്ചാ. എന്താ അങ്ങനെ പറയണേ? ഡയറ്റിംഗ് ഒക്കെ തുടങ്ങാന്ന് വിചാരിക്കുമ്പോ എന്റെ ഫാമിലി ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ആയതുകൊണ്ട് പക്ഷെ എനിക്ക് ആ കഞ്ഞി തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ മനപ്പുറത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അറിയാണ്ടാണ്. Hello everyone, I am Ronu, this is Airu, this is Papa. Welcome to Kunya's World. And Amma's sleeping because she went to night shift yesterday. So yeah. Special place is the mall, and we brought our skating shoes and we can ride them inside. And I was wearing my Crocs. Me and I. You have to wait. അപ്പോൾ ഞങ്ങളിന്ന് മാളിൽ വന്നേക്കുവാണ്. ഇന്നലെ കുഞ്ഞിന് നൈറ്റുള്ളതുകൊണ്ട് ഉറങ്ങുന്നതുകൊണ്ട് പിള്ളേർ ഉത്തരവാദിത്തം എൻ്റെ അടുത്തായതുകൊണ്ടും വീട്ടിലിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പിള്ളേരെ കൊണ്ട് ഞങ്ങൾ മാളിൽ ഇറങ്ങിയേക്കുവാണ് ഞാൻ. അപ്പൊ ദാ ഇവര് പുറത്തൊക്കെ പോയിട്ട് വന്നു. ഞാൻ ഉറക്കം എഴുന്നേറ്റ് നമ്മൾ ചോറൊക്കെ ഉണ്ട് കുളിച്ചൊന്ന് ഫ്രഷായി പള്ളിയിലേക്ക് പോവാണ്. ഞാൻ ഇല്ലാത്തൊരു വീഡിയോ എന്ന് പറയുന്നത് ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ആയതുകൊണ്ട് പക്ഷെ എനിക്ക് ആ കഞ്ഞി തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നെയും കൂടി ഉൾപ്പെടുത്തി ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്തിട്ട് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന്. അപ്പൊ ദാ ഞങ്ങള് പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. പള്ളിയിലത്തെ കഴിഞ്ഞിട്ട് വാൾമാർട്ടിലും കൂടെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക്. അതാണ്. പക്ഷെ എന്നെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാതെ ഞാൻ സമ്മതിക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഇന്നത്തെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് എന്നൊന്നും പറയാനില്ല. 8 വർഷങ്ങൾക്ക് മുൻപ് 9 വർഷങ്ങൾക്ക് മുൻപ് മേടിച്ച ചുരിദാറാണിത് അല്ലേ? 9 വർഷമായി. റോണുവിന്റെ പ്രായം 9 വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ച ചുരിദാറാണിത് 2016. അത് ഒന്നും കൂടി ഇടാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്നത് ഇട്ടത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാമെന്ന്. പുറത്തിറങ്ങിയിട്ട് ഫുൾ വ്യൂ കാണിച്ചു തരാം കേട്ടോ. അല്ലേ ചായ? എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ മനപ്പുറത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അറിയാണ്ടാണ് പച്ച ഞാനും ഇട്ടു, റോയിച്ചിനും ഇട്ടു. ആദ്യമായിട്ടാണ് അറിയാണ്ട് ഇങ്ങനെ ഇടുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇതിനു മുമ്പ് ഇട്ടതൊക്കെ നമ്മൾ പറഞ്ഞിട്ടതല്ലേ, ഒരുമിച്ച് പോകുമ്പോ ഇട്ടത്. അല്ലാണ്ട് അറിഞ്ഞോണ്ടിട്ടതേ ഉള്ളൂ. അറിയാണ്ട് ഇന്ന് ആദ്യമായിട്ട് ഇട്ടതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും മനപ്പുറത്തിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. എത്തിക്കൊണ്ടിരിക്കുന്നു. എന്ന് എത്തുമോ എന്തോ എത്തുന്നതേ ഉള്ളൂ. ഞാനും എന്റെ അപ്പേന്റെ പച്ച വന്നു പോ. ഞാനും എന്റെ അപ്പേ അങ്ങനെയല്ല, ഞാനും അപ്പയും പറയാണ്ടാ ഇടണേ. ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും നിന്നിട്ട് അറിയുന്ന പോലുമില്ല ഗൈസ് ഏതാണ് കളർ ഇടുന്നതെന്ന്. പക്ഷെ ഞങ്ങൾ എപ്പോൾ ഇട്ടാലും അങ്ങനെ ഒരു സെയിം കളർ എവിടെയെങ്കിലും ഒക്കെ മാച്ചായിട്ട് ഞങ്ങൾക്ക് വരാറുണ്ട്, എനിക്കും എൻ്റെ അപ്പയ്ക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും അപ്പയെ പൊഴുത്തും. അത് ഇങ്ങാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഇങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ ഇടുന്നില്ലല്ലോ, മനപ്പുറത്തില്ല. എനിക്ക് എന്റെ അപ്പനുമായിട്ട് നമ്മൾ ഒരുമിച്ച് പറഞ്ഞിടുന്നത് പോലെ അല്ലല്ലോ പറയാണ്ട് അറിയാണ്ട്. എനിക്ക് ഓർമ്മയില്ല നമ്മൾ അങ്ങനെ ഒരുമിച്ച് ഒരേ കളർ ഇട്ടത്. എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഇന്ന് ആദ്യമായിട്ടാണ് പച്ചയും പച്ചയിട്ടായിട്ടാണ് എന്റെ ഓർമ്മ. പക്ഷെ ഇത് ലൈറ്റ് ഗ്രീനും അത് ഡാർക്ക് ഗ്രീനും ആയി പോയി എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാലും ഗ്രീൻ അതിനകത്തുള്ളത് കൊണ്ട് ഞാൻ അങ്ങ് ക്ഷമിച്ചേ. ഓക്കെ, മക്കള് ഓൾ സെറ്റാണ്. അമ്മയ്ക്കായാലും വിഷമമാണ്. എപ്പോഴും അമ്മയും അപ്പയും മോളും. അമ്മ ഇല്ല. അമ്മയുണ്ട്. അമ്മ ഒരുമിച്ച് ഒരേ കളർ ഇടുന്നില്ല. അതുകൊണ്ടല്ലേ ഈ വീഡിയോ എന്റെ അമ്മ കാണുമ്പോ എന്റെ അമ്മയുടെ നെഞ്ച് തകരും. അമ്മ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. അമ്മ സന്തോഷിക്കും. എല്ലാവരും സന്തോഷിക്കണേ. അങ്ങനെയല്ല. അമ്മയായിട്ട് കളർ മാച്ച് ചെയ്യാറില്ല ഒരിക്കലും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അമ്മേനൊക്കെ ഇഷ്ടമാണ് ചേച്ചാ. എന്താ അങ്ങനെ പറയണേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ അമ്മേനെ. എന്റെ അമ്മ മിക്കവാറും കാണുമ്പോ ഇമോഷണൽ. ഓക്കെ, എനിവേസ് അത്രയൊക്കെ ഉള്ളപ്പോ നമ്മൾ നേരെ പള്ളിയിലേക്ക് പോകണം. പള്ളിയിൽ എത്തുമ്പോൾ ഫുൾ വ്യൂ കാണിച്ചു തരാം. ബൈ. ഹലോ ഗായ്സ്, ഞങ്ങളിതാ പള്ളിയിലത്തെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പള്ളിയിലത്തെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞങ്ങൾ എവിടെ പോകുക? ഞങ്ങളിതാ വറുത്തരച്ച ചിക്കൻ കറി മേടിക്കാൻ പോകും.
വീട്ടിലേക്ക്. എന്തിനാണെന്നറിയോ? റോജിന്റെ ഫേവറേറ്റ് പത്തിരിയും കോഴിക്കറിയും കഴിക്കാൻ. റോജിന് അങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ, മറ്റേ പ്രഗ്നന്റ് ലേഡീസിന് ഇടയ്ക്കിടയ്ക്ക് ആഗ്രഹങ്ങൾ വരും എന്ന് പറയാറില്ലേ? എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു അധികം. പക്ഷെ റോജിന് ഇപ്പൊ ഭയങ്കര ആഗ്രഹങ്ങൾ. അപ്പ വിളിക്കുന്നുണ്ട്, എന്തിനാന്ന് ചോദിക്കട്ടെ. അപ്പ വിളിച്ചത് എന്തിനാന്നറിയോ? അപ്പ വിളിച്ചത് KFC മേടിക്കാൻ പോവാ. അപ്പൊ ഞങ്ങൾക്ക് വേണോന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഇന്ന് എന്താന്നറിയാൻ പാടില്ല, എനിക്ക് ഭയങ്കര കുളഞ്ഞ ഡയറ്റിംഗ് ഒക്കെ തുടങ്ങാന്ന് വിചാരിക്കുമ്പോ എന്റെ ഫാമിലി എന്നെ അതിനെ സമ്മതിക്കില്ല. കൈസ് സമ്മതിക്കില്ല. ഇന്ന് റോയിച്ച് ഞാൻ ഡയറ്റ് തുടങ്ങും, റോയിച്ചും പറയും ചിക്കൻ കറിയും ഇതും കഴിക്കാം. ആയിക്കോട്ടെ. അപ്പ പറയും നമുക്ക് മറ്റേ അവിടെ പോവാ, ഇവിടെ പോവാ, സൗസി പോവാ, അല്ലെങ്കിൽ KFC കഴിക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്റെ അപ്പയും അമ്മ എന്താന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ നന്നാവുന്നത് എന്റെ കുടുംബക്കാർക്ക് ഇഷ്ടമല്ല. എന്റെ കുടുംബത്തെ കാണാൻ പാടില്ല. ഞാൻ 0 സൈസ് ആവുന്നതെന്ന് തോന്നുന്നു. 2 ആഴ്ച പട്ടിണി നടന്നിട്ടാണ് ഈ ചുരിദാർ കയറ്റിയത്. അങ്ങനെ പറയരുത്, അങ്ങനെ ഞാൻ ചെയ്യില്ല. ആന്റി വന്നപ്പോ ആന്റിനെ കൂടെ ഇത് അഴിപ്പിച്ച് മൊത്തം എന്റെ സൈസിന് തയ്പ്പിച്ചതുകൊണ്ടാണ് ഇത് കയറ്റിയത്. അല്ലാതെ ഞാൻ പട്ടിണി നടന്നിട്ടല്ല കയറ്റിയത്. പക്ഷെ ഞാൻ ഡയറ്റിങ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, പിറ്റേന്ന് റോജ തന്നെ എന്തെങ്കിലും നല്ലൊരു ഫുഡ് മേടിച്ചെന്ന് കഴിപ്പിക്കും. എന്റെ ഡയറ്റിങ് അവിടെ തീരും. പിന്നെ ഞാൻ വിചാരിക്കും എന്തായാലും ഡയറ്റിങ് ഇന്ന് മുടങ്ങി, പിന്നെ എന്തിനു കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിച്ച് പിന്നെ 1 മാസം നന്നായിട്ട് അങ്ങോട്ട് കഴിക്കും, വീണ്ടും നന്നായിട്ട് വണ്ണം അങ്ങോട്ട് വയ്ക്കും. എന്താ ഞാൻ ചെയ്യുക? എന്റെ കുടുംബത്തിന് എന്നോട് ഒരു സ്നേഹവും ഇല്ല കൈസ്, ഒരു സ്നേഹവും ഇല്ല. എന്റെ മുമ്പിലിരുന്ന് നിങ്ങൾ കഴിച്ചാലുണ്ടല്ലോ, നിങ്ങൾ പിന്നെ 10 ദിവസം വാഷ്റൂമിൽ നിന്ന് ഇറങ്ങൂല എന്റെ കൊതി കാരണം. പേടിപ്പിച്ചാലും ഞാൻ കഴിക്കും. ഓക്കെ, എനിവേസ് ഞങ്ങളിതാ ചിക്കൻ കറിയൊക്കെ മേടിച്ചിട്ട് വരാം കേട്ടോ. 1000 സ്പൈസസ് പത്തിരി മേടിക്കാൻ. പത്തിരിയുടെ ഫ്രോസൺ കിട്ടും. ആദ്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു സ്ഥലമാണത്. അങ്ങനത്തെ 2 കടകളാണ് നമ്മൾ മെയിൻ ആയിട്ട് മലയാളി സാധനങ്ങൾ മേടിക്കാൻ പോകുന്ന കട. മലയാളി ഗ്രോസറീസിന് പോകുന്നത് ഈ 2 കടകളാണ്. അതെ, നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ മലയാളി കട എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ മറ്റേതൊക്കെ ഇംഗ്ലീഷുകാരുടെ കടകളല്ലേ. അപ്പൊ എനിവൈസ് മലയാളം നമ്മുടെ നാട്ടിലെ ഗ്രോസറീസ് മേടിക്കാൻ പോകുന്ന 2 കടകളാണ് ഫ്രഷ് ഡോർ ആൻഡ് 1000 സ്പൈസസ്. ഇംഗ്ലീഷ് കടയിൽ പോകുന്ന ആരെങ്കിലും എടോ, വെള്ളി വീഴും. മനുഷ്യരാണ്, ക്ഷമിക്കാനുള്ള മനസ്സ് കാണിക്കണം. ഞാൻ അംഗീകരിക്കില്ല, പക്ഷെ അത് അംഗീകരിക്കില്ല. ഓക്കെ ബൈ, ഓക്കെ ബൈ. ഇനി വെച്ചോണ്ടിരുന്ന എന്നെ ഇങ്ങനെ നാട്ടിച്ച് കൊല്ലിക്കും. ഗൈസ്, ഞങ്ങളിതാ 1000 സ്പൈസസിലേക്ക് എത്തി. അതാണ് ഞങ്ങളുടെ 1000 സ്പൈസസ്, ഞങ്ങളുടെ സ്വന്തം 1000 സ്പൈസസ്. ഇതാണ് ഗൈസ് നമ്മുടെ 1000 സ്പൈസസ്. ഇവിടെ എല്ലാം കിട്ടും കേട്ടോ. നാട്ടിലുള്ള എല്ലാ സാധനവും ഇവിടെ കിട്ടും. എവിടെയാണ് അതേ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ പാത്രങ്ങൾ എല്ലാം കിട്ടും കേട്ടോ ഇവിടെ. എന്തുവാടാ ചീനിച്ചട്ടി. ഇതേ സ്വർണ്ണ വരെ ഇവിടെ ഉണ്ട്. These are my cool glasses I've been wearing for the whole time. These are my പിന്നെ കലം പാത്രങ്ങളെല്ലാം കിട്ടും കേട്ടോ ഇവിടെ. നമ്മുടെ മിക്സി സാധനങ്ങളെല്ലാം കിട്ടും. പിന്നെ ഫ്രോസൺ ഐറ്റംസ് എല്ലാം കിട്ടും. These are my cool glasses. ഓക്കെ, അരുണിന്റെ ഇതാണ് നമ്മുടെ ഫ്രോസൺ ഐറ്റംസ് എല്ലാം ഇവിടെയാണ് കേട്ടോ. ഇരിക്കുന്നു പത്തിരി. എടുത്തോ. അത് ഉണ്ണിയപ്പാ നീ കഴിക്കുന്ന. ഉണ്ണി നെയ്യപ്പാ നീ കഴിക്കുന്നത്. ഇവിടെ നമ്മുടെ ഓണത്തിനിടാനുള്ള മുണ്ടും സാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നൈറ്റീസ് ഉണ്ട്, എല്ലാം കിട്ടും ഇവിടെ. എല്ലാം കിട്ടും. സോപ്പുകള് എല്ലാം കിട്ടും. അതേപോലെ അരിയും കാര്യങ്ങളും എല്ലാം കിട്ടും. ഞങ്ങൾ 1000 സ്പൈസസിൽ നിന്നൊക്കെ ഇറങ്ങി ഇത്രയും സാധനങ്ങളാണ് കേട്ടോ മേടിച്ചത്. ഡ്രൈവർ എല്ലാം കയറ്റി വെച്ച് എക്സ്ട്രാ ഷിഫ്റ്റ് എടുക്കേണ്ട അവസ്ഥ. ഷിഫ്റ്റ് 1 ദിവസം എക്സ്ട്രാ റോയിച്ചൻ പിക്ക് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഞാൻ പിക്ക് ചെയ്താലും മതി, പക്ഷെ ഞാൻ അങ്ങനെ പിക്ക് ചെയ്യാറില്ല. പിള്ളേരെയൊക്കെ നോക്കി വീട്ടിലിരിക്കുന്ന ആളാണല്ലോ. എനിക്കെന്തോ അതാണ് ഇഷ്ടം. റോയിച്ചിനെ പണിക്ക് വിട്ടിട്ട് പിള്ളേരെയൊക്കെ നോക്കി വീട്ടിലിരിക്കുക രസമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുന്നത്. പണ്ട് ഞാൻ 7 ദിവസം വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ അത് പതുക്കെ 6 ആക്കി, പിന്നെ അത് പതുക്കെ 5 ആക്കി, പിന്നെ അത് പതുക്കെ 4 ആക്കി, ഇപ്പൊ 2 ആക്കി. ഇനിയിപ്പോ പോവാണ്ടാക്കിയാലോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ. പക്ഷെ റോയിച്ചും പറഞ്ഞ സെപ്റ്റംബറിൽ പിള്ളേർ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ മര്യാദയ്ക്ക് ജോലിക്കൊള്ളുന്നു. അതുകൊണ്ട് ഞാൻ സെപ്റ്റംബർ ആവല്ലേ എന്ന പ്രാർത്ഥനയോടെയാണ് ജീവിക്കുന്നത്. പക്ഷെ ആവുമല്ലോ, ഒരു ഘട്ടം കഴിയുമ്പോൾ സെപ്റ്റംബർ ആവും അല്ലേ ചായ? 2 മാസമല്ല, 1 മാസം. ഓഗസ്റ്റ് ഇന്ന് ഏതാ ദിവസം? ഓഗസ്റ്റ് 3 ആയി. ഇന്ന് 3 ആയി. ഓഗസ്റ്റ് 3 ആയി.
1 മാസം പോലും ഇല്ല ഇനി സെപ്റ്റംബർ ആവാൻ. അയ്യോ, ഞാൻ പിന്നെ ജോലിക്ക് പോയി തുടങ്ങണമല്ലോ. ഞങ്ങളിതാ അപ്പയുടെ അമ്മയുടെ അടുത്ത് എത്തിയിരിക്കുന്നു ഗൈസ്. ഇതാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കറി. വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കടയിൽ പോയതില്ല. അപ്പയുടെ അടുത്തേക്ക് എത്തി. അപ്പയുടെയും അമ്മയുടെയും ചിക്കുവിൻ്റെയും അടുത്തേക്ക് ഞങ്ങൾ പോവാണ് കേട്ടാ. ഓ, കുഞ്ഞിപ്പെണ്ണ ഉറങ്ങിപ്പോയി കേട്ടോ. അയ്യോടാ, ഇനിയിപ്പോൾ അവൾക്ക് കൊടുക്കണ്ടല്ലേ ചായ? ആ, മമ്മ ഈസ് റെഡി. കണ്ടോ, അതെ ബ്രൗൺ ആൻഡ് ബ്രൗൺ. പിന്നെ മാച്ചിങ് ഞങ്ങളുടെ ബ്രൗൺ. ചിക്കൻ കറി. ആ, ഇനി നിങ്ങളുടെ KFC എടുക്ക. KFC ഈസ് റെഡി. ഇതെന്താ, പാസ്തയോ? റോങ്കുട്ടോ, അതെ നിനക്കുള്ള പാസ്ത ഉണ്ടടാ. സോറി, മാക്രോണി സാലഡാണ്. KFC വന്നു ഗൈസ്. I don't even like വയ്യ, ഇന്ന് പോയി. I don't like macaroni salad. വയ്യ. ചിക്കുസിന്റെ Right there. കണ്ണാടി വെച്ച് നിക്കണു. അയ്യോ, കാണീര്. You all have. കണ്ണാടി വെച്ച് പലിപ്പ് ഉരുണ്ടിയാടിയോ? അയ്യോ, എന്റെ ചിക്കൂസ് കണ്ണാടി വെച്ച് ലൈറ്റ് ഓണാക്കണം മുത്ത്. ശരിക്ക് വെട്ടത്തിലൊന്ന് കാണട്ടെ. റോയിച്ചിന് ഷുഗർ വേണോ? ഷുഗർ വേണം, ഞങ്ങൾക്ക് ഷുഗർ വേണം. ഞങ്ങൾക്ക് ഷുഗർ ഇല്ല, അതുകൊണ്ട് ഞങ്ങള് ആർട്ടിഫിഷ്യൽ ആയിട്ട് കയറ്റും. ശരിക്കൊന്ന് കാണിച്ചിടാ. അയ്യോ, എന്റെ കൊച്ചിന്റെ മുഖം വേറെ ഏതോ മുഖമായി മാറി. I like Tani. നമ്മളിതാ പത്തിരി ജസ്റ്റ് ഒരു 50 സെക്കൻഡ്സ് വെച്ച് വാമ ചെയ്തു. അപ്പൊ നമുക്കിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. പറിച്ചെടുക്കണല്ലോ, സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. ദൈവം വന്ന് വീട്ടിലിരുന്ന് ഇംഗ്ലീഷിന്റെ ABCD ഇല്ലാണ്ടായി കേട്ടോ. പത്തിരിയും കോഴിക്കറിയും റെഡി ആയിട്ടുണ്ട്. കഴിച്ചോ. നിങ്ങളൊക്കെ കഴിച്ച് കണ്ട ആ സന്തോഷത്തിൽ വേണം എനിക്ക് കഴിക്കാൻ. എങ്ങനെയുണ്ട് ഇപ്പൊ, കൊള്ളാവോ? സെറ്റ് അല്ലേ? അടിപൊളി സാധനല്ലേ? ചിക്കുന്റെ ഫസ്റ്റ് എവർ ട്രൈ ആണ് പത്തിരി കോഴിക്കറി. ചിക്കു അവിടെ ഇരിക്കണ കണ്ടിട്ട് ഒരു ടീച്ചറിന്റെ മുന്നിൽ ഇരിക്കേണ്ട ഭയഭക്തി ബഹുമാനത്തോടെയാണ് എനിക്ക് ഇരിക്കാൻ പറ്റുന്നുള്ളൂ. Then Nani has to cover her glasses. കുറച്ചും അങ്ങനെയല്ല പറഞ്ഞേ, ഞാൻ എന്തോ കേട്ടായിരുന്നു. പഴയ പോലെ അല്ല ഇപ്പോഴത്തെ KFC. ഞാൻ എടുത്തിരിക്കുന്ന നോക്കി ഒരു മുതുക്ക് പീസ്. ഓ, എങ്ങനെ കഴിക്കുമല്ലോ. KFC അങ്ങനെ KFCക്കാർക്ക് നമ്മുടെ മലയാളം മനസ്സിലാവൂലമ്മേ, കുഴപ്പമില്ല. അവിടെ ഉപ്പ് കൂടിപ്പോയി. ശരിയാ, പുതിയ കണ്ണാടി വെച്ച് എല്ലാവരും ശ്രദ്ധിക്കുക. അമ്മയുടെയും അപ്പയുടെയും ചിക്കുവിന്റെ പുതിയ കണ്ണാടിയാണ് കേട്ടോ. എല്ലാവരും എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാം. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. God bless you. God bless you. Bye.